ക്രിസ്മസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ഐതിഹാസിക വ്യക്തിയാണ് സാന്താക്ലോസ്. പല പേരുകളിലും ഈ വ്യക്തിത്വത്തെ അറിയപ്പെടുന്നു. സാന്താക്ലോസ്, ക്രിസ്മസ് അങ്കിൾ, ക്രിസ്മസ് അപ്പൂപ്പൻ എന്നിങ്ങനെ. മഞ്ഞ് വീഴുന്ന ഈ ഡിസംബർ മാസങ്ങളിൽ, ഡിസംബറിൻ്റെ മനോഹാരിതയിലും മഞ്ഞ് വീഴുന്ന ഈ രാവുകളിലും കുട്ടികളെ തേടി സമ്മാനവുമായി എത്തുന്ന ഒരു അങ്കിളാണോ ഈ സാന്താക്ലോസ്? ആരാണ് ഈ സാന്താക്ലോസ്? ലോക ജനങ്ങളുടെ മനസ്സിലേക്ക് കടന്നുകയറിയ ഒരു കഥാപാത്രം മാത്രമാണോ ഈ സാന്താക്ലോസ്? എന്നാൽ അങ്ങനെയല്ല. ചരിത്രം പറയുന്നത് മറ്റൊരു രീതിയിലാണ്. ഈ സാന്താക്ലോസിൻ്റെ മറ്റൊരു പേരാണ് സെന്റ് നിക്കോളാസ്. സാന്താക്ലോസ് എന്ന കഥാപാത്രം ആരംഭിക്കുന്നത് നിക്കോളാസിലൂടെയാണ്. 3-ാം നൂറ്റാണ്ടിലെ പതറ എന്ന ഗ്രീക്ക് വില്ലേജിലാണ് ഇദ്ദേഹം ജനിച്ചത്. സമ്പന്നരായ മാതാപിതാക്കൾ കൊച്ചു നിക്കോളസിനെ അടിയുറച്ച ക്രിസ്ത്യൻ വിശ്വാസത്തിലാണ് വളർത്തിയത്. ഒരു പകർച്ചവ്യാധി മൂലം അവൻ്റെ ചെറുപ്രായത്തിൽ തന്നെ മാതാപിതാക്കൾ മരണത്തിന് കീഴടങ്ങി. നിങ്ങൾക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് ദാനം ചെയ്യുക എന്ന യേശുവിൻ്റെ വാക്ക് നിക്കോളാസ് അക്ഷരം പ്രതി സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി. തൻ്റെ പിതൃസ്വത്ത് മുഴുവനും രോഗികൾക്കും പീഡിതർക്കും ആവശ്യക്കാർക്കും സഹായിക്കാൻ നിക്കോളാസ് ഉപയോഗിച്ചു. ദൈവത്തിനും ദൈവജനങ്ങൾക്കും വേണ്ടി ജീവിതം സമർപ്പിച്ച നിക്കോളാസ് ചെറുപ്രായത്തിൽ തന്നെ മിറായിലെ മെത്രാനായി അവരോധിച്ചു. ദാനശീലത്താലും സഹജീവികളോടുള്ള കരുണയും നിക്കോളാസ് മെത്രാൻ്റെ കീർത്തി ദ്രുതഗതിയിൽ നാടെങ്ങും പരന്നു. കുട്ടികളോടുള്ള അദ്ദേഹത്തിൻ്റെ സ്നേഹവും കപ്പൽ യാത്രക്കാരോടുള്ള പരിഗണനയും അദ്ദേഹത്തെ പ്രശസ്തനാക്കി. റോമൻ ചക്രവർത്തിയായ ഡയോക്ലിയൻ്റെ മതമർദ്ദനകാലത്ത് നിക്കോളാസ് മെത്രാൻ ക്രൈസ്തവ വിശ്വാസം സംരക്ഷിക്കുന്നതിനു വേണ്ടി ധാരാളം സഹിക്കുകയും നാടുകടത്തപ്പെടുകയും തടവിലാക്കപ്പെടുകയും ചെയ്തു. അക്കാലത്തെ തടവറ അക്ഷരാർത്ഥത്തിൽ മെത്രാന്മാർ, പുരോഹിതർ, ഡെക്കാന്മാർ എന്നിവരെക്കൊണ്ട് നിറഞ്ഞിരുന്നു. ശരിയായ കുറ്റവാളിക്ക് അന്നവിടെ സ്ഥാനമില്ലായിരുന്നു. ജയിൽ വിമോചനത്തിന് ശേഷം AD 325 നടന്ന നിക്യ സുനഹദോസിൽ നിക്കോളാസ് മെത്രാൻ പങ്കെടുത്തു. AD 343 ഡിസംബർ 6-ാം മാസം അദ്ദേഹം മൃതിയടഞ്ഞു. മിറായിലെ കത്തീഡ്രൽ ദേവാലയത്തിൽ അദ്ദേഹത്തിനെ അടക്കം ചെയ്തു. ഇവിടെ നിന്നുമാണ് നിക്കോളാസ് മെത്രാൻ സാന്താക്ലോസിലേക്ക് രൂപമാറ്റം സംഭവിക്കുന്നത്. കാർട്ടൂണിസ്റ്റായ തോമസ് നസ്റ്റ വരച്ച ചിത്രത്തിൽ നിന്നുമാണ് സാന്താക്ലോസിന് നരച്ച താടിയും ചുവന്ന ഗൗണും കൊഴുത്തുരുണ്ട ശരീരപ്രകൃതിയും ഇപ്പോഴത്തെ സാന്താക്ലോസിന് ഉണ്ടായത്. 19-ാം നൂറ്റാണ്ടിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലും യുണൈറ്റഡ് കിംഗ്ഡത്തിലും ഫാദർ ക്രിസ്തുമസ് എന്നാണ് പൊതുവെ വിളിക്കപ്പെടുന്നത്. ചുമന്ന കുപ്പായവും കുറുമ്പൻ തൊപ്പിയും റെയിൻഡിയർ വലിക്കുന്ന തെന്നുവണ്ടിയിലും പുഞ്ചിരിയോടെ നരച്ച മുടിയും താടിയുമുള്ള വലിയ തടിയൻ സാന്താക്ലോസായി ക്രിസ്മസ് നാളുകളിൽ കുട്ടികൾക്കുള്ള സമ്മാനങ്ങളുമായി വീടുകളിൽ എത്തുന്നു. സമ്മാനം കുട്ടികൾക്ക് സമ്മാനിച്ചിട്ട് മടങ്ങുന്നു. അതാണ് ഈ സാന്താക്ലോസിൻ്റെ ഐതിഹ്യമായി കണക്കാക്കപ്പെടുന്നത്. ക്രിസ്മസ് ആഘോഷിക്കുന്നതെവിടെയും പരിചിതനാണ് സാന്താക്ലോസ്. സാന്താക്ലോസിൻ്റെ ജനന മരണങ്ങളെക്കുറിച്ച് പറയുവാൻ ചരിത്രത്തിൽ രേഖകളൊന്നും അവശേഷിച്ചിട്ടില്ല. ഇതിഹാസം പറയുന്നത് സാന്താക്ലോസ് മഞ്ഞ് വീഴുന്ന പ്രദേശത്ത് വടക്ക് ദൂരെ എവിടെയോ താമസിക്കുന്നു. എന്തു തന്നെയായാലും സാന്താക്ലോസ് നന്മയുടെ പ്രതീകമാണ്. കുട്ടികളുടെ മനസ്സിൽ എന്നും അയാൾ ഒരു ഹീറോ തന്നെയായിരിക്കും. അങ്ങനെ ഇരിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും ബായ്. നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും ബായ്.